ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. നമ്മുടെ എക്കണോമിക്സിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട 6 ഗ്രാഫ്സ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് എക്സസ് ഡിമാൻഡിൻ്റേത്. എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാടൊന്നും എഴുതാൻ വേണ്ടിയിട്ടില്ല. ഡിമാൻഡ് കൂടുതൽ, ചോദനം കൂടുതലും സപ്ലൈ കുറവായിട്ട് വരുന്ന സിറ്റുവേഷനാണ് എക്സസ് സപ്ലൈ, അമിത ചോദനം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഇത് ഡിമാൻഡ് കർവ്, ഇത് സപ്ലൈ കർവ്, ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇക്വിലിബ്രിയം. ഈ ഇക്വിലിബ്രിയത്തിൻ്റെ താഴേക്കുള്ള ഭാഗങ്ങൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതാ മുന്നിട്ട് നിൽക്കുന്നത്? ഡിമാൻഡ് അല്ലേ മുന്നിട്ട് നിൽക്കുന്നത്. സോ ഇതാണ് എക്സസ് ഡിമാൻഡ് സിറ്റുവേഷൻ. ഓക്കെ, ഇനി ഇക്വിലിബ്രിയത്തിന് മുകളിലേക്കുള്ള പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സപ്ലൈ അല്ലേ മുന്നിട്ട് നിൽക്കുന്നത്. സോ ഇതാണ് എക്സസ് സപ്ലൈ സിറ്റുവേഷൻ. ഓക്കെ, എക്സസ് സപ്ലൈ സിറ്റുവേഷൻ അതാണ്. ഇനി അടുത്താണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അയവുള്ള വിനിമയ നിരക്കിനെ കുറിച്ചിട്ട് ലഘുവിവരണമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കണം. എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കണം. എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ട് ഇതാണ് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഡിമാൻഡ് കർവ്. ദെൻ ഇതാണ് എക്സ്ചേഞ്ച് റേറ്റിൻ്റെ സപ്ലൈ കർവ്. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ ഇതിൽ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത് മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്, ഇതായിരിക്കും. ഓക്കെ, ഇവിടെ ആർ ബിക്ക് റോൾ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത്. ഇനി പ്രൈസ് സീലിംഗ് ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൈസ് സീലിംഗ്, സി ഫോർ കൺസ്യൂമർ എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. അതായത് മാർക്കറ്റിലെ വില ഒരു കൺസ്യൂമർ, ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് താങ്ങാൻ പറ്റാതെ വരുന്ന സമയത്ത് ഗവൺമെൻറ് ഇടപെട്ടിട്ട് അതിനേക്കാട്ടിലും, അതായത് ഇപ്പോൾ മാർക്കറ്റ് ഫോഴ്സ് ആയിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ അവർ തീരുമാനിച്ചിട്ടുള്ള ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇതാണ്, ഇക്വിലിബ്രിയം പ്രൈസ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് സാധാരണക്കാരന് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ഗവൺമെൻറ് ഇടപെട്ടിട്ട് അതിലും താഴെ ഒരു വില നിശ്ചയിക്കും. അതാണ് P1. അപ്പോൾ അത് എന്ത് സിറ്റുവേഷനിലേക്ക് നയിക്കും? നോക്കി, ഇവിടെ ഇതിലേക്ക് അല്ലേ എത്തിയത്, അതായത് എക്സസ് ഡിമാൻഡ് സിറ്റുവേഷനിലേക്ക് അത് നയിക്കും. അങ്ങനെ വരുമ്പോഴാണ് ബ്ലാക്ക് മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നത്, റേഷൻ കടകൾ, ലോങ് ക്യൂ ഒക്കെ വരുന്നത്. അടുത്തതാണ് ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി ഉപഭോക്താവിൻ്റെ അനുകൂലതമ തെരഞ്ഞെടുപ്പ്, സന്തുലിതാവസ്ഥ. ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ വിവരിക്കാനാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഗുഡ് 2, മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ആണെങ്കിലാണ് ഗ്രാഫിന് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഗുഡ് 1. ഓക്കെ, തന്നെ ഇതെന്ന് നമ്മുടെ ബഡ്ജറ്റ് ലൈനാണ്. ആ ബഡ്ജറ്റ് ലൈനിനോട് ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗതാ വക്രം ഒറ്റ പോയിന്റിലേ മുട്ടിപ്പോകാൻ പാടുള്ളൂ. ഓക്കെ, IC. ഓക്കെ, ഒറ്റ പോയിന്റിലേ മുട്ടിപ്പോയിട്ടുള്ളൂ. അതാണ് എന്ത്? ഇക്വിലിബ്രിയം പോയിന്റ്, സന്തുലിതാവസ്ഥ, ഈ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇത് M/P2, ഇത് M/P1. ഓക്കെ, ഇനി അടുത്തതാണ് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഹ്രസ്വകാല ലാഭം നേടുന്നുള്ള വ്യവസ്ഥകളാണ് ഞാനിവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഒന്ന് P = MC = MR. പ്രൈസ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിനോട് മാർജിനൽ റവന്യൂവിനോട് ഈക്വൽ ആയിരിക്കണം. MC കുറയാൻ പാടില്ല. പ്രൈസ് വില എന്ന് പറയുന്നത് AVCയുടെ മിനിമം പോയിന്റിനോട് തുല്യമോ അതിൽ കൂടുതലോ ആയിരിക്കണം. 3 കണ്ടീഷനാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ട് ആദ്യം തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിന് P = MR എന്ന് എഴുതാം. കാരണം അത് തന്നെയാണ് പ്രൈസ് ലൈനും അത് തന്നെയാണ് MR കർവും. അവിടെ നിന്ന് ഒരു ലൈൻ താഴേക്ക് വരയ്ക്കുക. അതാണ് Q0 ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് ഈ ഒരു പോയിന്റിലാണ്, ഈ ഒരു ഔട്ട്പുട്ട് ലെവലിലാണ് നമ്മൾ പ്രോഫിറ്റ് മാക്സിമം ആകാൻ പോകുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകാൻ MC കർവ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ P = MC = MR എന്ന് നമുക്ക് കിട്ടി. രണ്ടാമത്തെ കണ്ടീഷൻ ഇവിടെ എല്ലാം കൂടി സെയിം ആയിട്ട് വരണം. രണ്ടാമത്തേതെന്ന് പറയുന്നത് MC ഷുഡ് ബി നോൺ ഡിക്രീസിങ് ആണ്. MC ഷുഡ് ബി നോൺ ഡിക്രീസിങ്. MC എന്ന് പറയുന്നത് കുറയാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MC ഇവിടെ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടാമത്തെ ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈഡ് ആയി. മൂന്നാമത്തേത് പ്രൈസ് എന്ന് പറയുന്നത് AVCയുടെ മിനിമത്തിനോട് ഈക്വലോ അതിൽ കൂടുതലോ ആയിരിക്കണം. അപ്പോൾ അത് നമ്മൾ AVC വരയ്ക്കണം. അതും പോയിന്റ് ഇവിടെ മുട്ടണം, അതിന് മിനിമം പോയിന്റ്. AVCയുടെ മിനിമം ഇവിടെ മുട്ടിയിട്ടുണ്ട്. അപ്പോൾ
അവിടെയും 3 കണ്ടീഷനും സാറ്റിസ്ഫൈഡ്. ഇതാണ് അപ്പോൾ Q0 ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഈ ലെവൽ ഓഫ് ഔട്ട്പുട്ടാണ് എന്ത്, ഒരു ഫേമിൻ്റെ ഷോർട്ട് റണ്ണിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം, ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം നാഷണൽ ഔട്ട്പുട്ട് ആൻഡ് ആഗ്രിഗേറ്റഡ് ഡിമാൻഡ് ഇൻ എ 2 സെക്ടർ എക്കോണമി. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കണേ. ഇവിടെയാണ് നമ്മൾ ആഗ്രിഗേറ്റഡ് ഡിമാൻഡും ആഗ്രിഗേറ്റഡ് സപ്ലൈയും കാണിക്കുന്നത്. ഇവിടെ 0. ഇവിടെയാണ് നമ്മൾ വൈ ആക്സിസ് അല്ല, ഇൻകമാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ചെരിവിൽ ഒരു ലൈൻ വരയ്ക്കാം. അതാണ് എന്ത്, 45 ഡിഗ്രി ലൈനാണ്. അതെന്ന് പറയുന്നതാണ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ്. അവിടുന്ന് ഇങ്ങനെ ചെരിച്ച് നമ്മളൊരു ലൈൻ വരച്ചാൽ അതാണ് അഗ്രിഗേറ്റഡ് ഡിമാൻഡ് കർവ്. രണ്ടും കൂടി കൂട്ടിമുടുന്ന പോയിന്റും താഴേക്ക് ഒരു ലൈൻ വരച്ചാൽ ഇക്വിലിബ്രിയം ഇൻകം കിട്ടും. ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ 2 സെക്ടർ എക്കോണമിയിലെ ഗ്രാഫ് വരയ്ക്കുന്നത്. കൂടാതെ ഇനിയും ഒരുപാട് ഗ്രാഫുകളുണ്ട്. ഷട്ട് ഡൗൺ പോയിന്റ്, ബ്രേക്ക് ഈവൻ പോയിന്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും ഉള്ളതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 6 ഗ്രാഫുകളാണ് നമ്മളിവിടെ നോക്കിയത്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും വരയ്ക്കാൻ പഠിക്കണം കേട്ടോ. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസും എക്കണോമിക്സിൻ്റെ പ്രഡിക്ഷൻ വീഡിയോസും ഒക്കെ വരുന്നുണ്ട്. ഒന്നുപോലെ മിസ്സാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്